അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആണവ പരിശോധനകൾക്ക് ഇറാൻ സമ്മതിച്ചുവെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേൽ ലെബനോൻ 5ാം വട്ട ചർച്ച വാഷിംഗ്ടണിൽ തുടരുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അമേരിക്ക ഇറാൻ ധാരണാപത്രത്തിൽ ഇല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധാധികാരം നിയന്ത്രിക്കുന്ന പ്രമേയം US സെനറ്റിലും പാസായി. 48-നെതിരെ 50 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. മധു കൊട്ടാരക്കരയുണ്ട് അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽനാം. ഇറാനെതിരെ ഈ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ US സൈനിക നടപടികൾ അവസാനിപ്പിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നിർദ്ദേശിക്കുന്ന നിയമത്തിന് ഇപ്പോൾ സെനറ്റിന്റെ അംഗീകാരം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന ഈ ഏറ്റവും ഒരു പുതിയ തിരിച്ചടിയാണിത്. ഈ മാസം ആദ്യം ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ജനപ്രതിനിധി സഭ പാസാക്കിയ യുദ്ധാധികാര പ്രമേയം ഇപ്പോൾ 48-നെതിരെ 50 വോട്ടുകൾക്കാണ് സെനറ്റ് പാസാക്കിയത്. 1973 ഈ വാർ പവേഴ്സ് ആക്ട് എന്ന് അറിയപ്പെടുന്ന വാർ പവേഴ്സ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ യുദ്ധാധികാര പ്രമേയം നിലവിൽ വന്നത്. ഇതിനുശേഷം ഇത് ആദ്യമായിട്ടാണ് യുദ്ധമുഖത്തുനിന്ന് അമേരിക്കൻ സായുധ സേനയെ പിൻവലിക്കുവാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം രണ്ട് സഭയിലും പാസ്സാകുന്നത്. അതിനിടെ ഈ ആണവ നിലയങ്ങളിൽ അനിശ്ചിതകാലത്തേക്ക് പരിശോധന നടത്തുവാൻ ഇറാൻ സമ്മതിച്ചതായിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പെൻസിൽവേനിയയിൽ ഒരു റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അവകാശപ്പെട്ടു. എന്നാൽ ഈ ചർച്ചകളിൽ ഇത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ദുർബലമായ സമാധാന കരാറിന്റെ നിലനിൽപ്പ് തന്നെ വീണ്ടും ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഈ ധാരണയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ്. അതുകൊണ്ട് അമേരിക്ക അത് ഉപേക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളത് JD വാൻസിന്റെ ഭാഗത്ത് നിന്ന് ആണ് ഒരു ഔദ്യോഗിക പ്രതികരണം വേണ്ടിയത്. കാരണം അദ്ദേഹമാണ് ഈ ചർച്ചകൾ നയിച്ചത്. അതേസമയം സൈനിക ആവശ്യങ്ങൾക്കായിട്ട് അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ സ്വതന്ത്രമാകണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. നെതന്യാഹു ഇപ്പോൾ ഈ ഇറാനുമായിട്ട് നടത്തുന്ന കരാറിലൊന്നും അത്ര താല്പര്യമുള്ള ആളല്ല. തന്നെയുമല്ല, ട്രംപ് പറയുന്നത് അനുസരിക്കാതെ ലെബനനിലേക്കുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അതുമാത്രമല്ല, സ്വന്തമായി ആയുധ നിർമ്മാണ ശേഷി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഏതാണ്ട് 80% അമേരിക്കൻ ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഇറാനുമായും അവരുടെ പ്രോക്സി ഗ്രൂപ്പ്സുമായിട്ടൊക്കെയുള്ള യുദ്ധം തുടരുന്നതിന് ഈ ഇൻഡിപെൻഡൻസി ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വെസ്റ്റ് ബാങ്കിലെ റിസർവ് സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു വശത്ത് പറയുന്നുണ്ട്, ഇത്രയും വർഷം അമേരിക്ക ചെയ്ത സഹായം അങ്ങേയറ്റം നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നുണ്ട്. വാഷിംഗ്ടണിലാകട്ടെ ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള തർക്കങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. 5ാം വട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.